ജനപ്രതിനിധികൾക്കാണ്, രാജ്യത്തിനാണ്. പക്ഷെ എത്ര കണ്ട് ഞാൻ വിമർശനാത്മകമായിട്ട് പറയുകയൊന്നുമല്ല, പലപ്പോഴും നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒത്തിരി എന്താ പറയുക മായം ചേർക്കുകയും അത് സാധാരണ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികളും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും കൃത്യമായി പണിയെടുക്കണമെന്നുള്ളതാണ് എനിക്ക് രാഷ്ട്രീയം പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, എനിക്ക് നിയമം പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിന് വിക്ടിംസ് ആകുന്നത്, ഇരകളാകുന്നത് നിഷ്കളങ്കരായിട്ടുള്ള സാധാരണ മനുഷ്യരാണ്. ഞാനും നമ്മളെല്ലാവരും ഏതൊരു കായിക താരത്തിനും അത്ര കണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിന് ശ്രദ്ധിച്ചു മാത്രമേ ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സാധാരണക്കാരെ എടുത്തോളൂ. നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഒത്തിരി മാലിന്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒത്തിരി എന്താ പറയുക ഒത്തിരി മോശം ക്വാളിറ്റി അതൊന്നും എൻഷുർ ചെയ്യുന്നില്ല ആരും. എനിവേ, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഈ ഒരു പ്രസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്റെ പ്രത്യേകത മനസ്സിലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതിനപ്പുറത്ത് ഞാൻ നിങ്ങളെക്കാളുമൊക്കെ ജന്മനാ തന്നെ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. എനിക്കുണ്ടായതിന് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, കുട്ടികളുണ്ടാവുമ്പോൾ. എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. പാലാപ്പള്ളി പെരുന്നാളിന്റെ അന്ന് ഡിസംബർ 8-ാം തീയതി ജൂബിലി പെരുന്നാളിന്റെ അന്നാണ് ഞാൻ പാലായിലുണ്ടായത്. അപ്പോ എന്റെ അപ്പച്ചനും അമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത വാർത്തയായിരുന്നു എന്റെ ജന്മം എന്ന് പറയുന്നത്. കാരണം എന്നെ എടുത്തിട്ട് സിസ്റ്റേഴ്സ് എന്റെ അമ്മയെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അമ്മച്ചി ഒച്ചത്തില് വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ചെയ്തത്. കാരണം രണ്ട് കാര്യങ്ങളും ഇല്ലാതെ ആദ്യത്തെ കുഞ്ഞുണ്ടാകാന്ന് പറയുന്നത് ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോ എന്റെ പപ്പായ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഡോക്ടേഴ്സ് കൗൺസിലിംഗിൽ വിളിച്ചിട്ട് എന്റെ മമ്മയോടും പപ്പയോടും പറഞ്ഞത് ഈ കുട്ടി നടക്കും ഇരിക്കുമെന്നൊന്നും ഇപ്പം പറയാൻ പറ്റുകയില്ല, വളർന്നു വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2 മാസം മുമ്പ് ഈജിപ്തില് ലോക ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് പോയതാണ്. അല്ലെങ്കിൽ ആ നിസാരനായിട്ടുള്ള എന്നെ ദൈവം വളർത്തി വലുതാക്കി ഇന്ന് സമൂഹത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സത്യത്തില് 29 ലോക മെഡലുകൾ രാജ്യത്തിന് വേണ്ടി നേടിയ ഒരു ലോക ചാമ്പ്യനായി. അപ്പൊ നമ്മളുടെ കുറവുകളോ ഇല്ലായ്മകളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല ജീവിത വിജയത്തിന്റെ മാനദണ്ഡം. നമ്മൾക്കൊക്കെ നമ്മുടേതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ വളർത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു അവസ്ഥയിലും പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയിക്കാൻ പറ്റും, മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പറ്റും. ഞാൻ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയാ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ഞാനൊരു കാലഘട്ടത്തിൽ എന്തുമാത്രം ആരോഗ്യപരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സങ്കടം വന്നു പോകും. ഞാൻ എന്റെ അടുക്കം എന്ന് പറയുന്ന ആ ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചത്, പാലായിക്കടുത്ത്. മലകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ വലിയ ഉരുളുപൊട്ടലുകളൊക്കെ വയനാട് ഉണ്ടായപ്പോൾ, അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം ഉരുളുപൊട്ടാൻ സാധ്യതയുള്ള മേഖലയായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു നാടാണ് എന്റെ നാട്. അല്ലെങ്കിൽ കേരളം ഉരുളുപൊട്ടൽ എന്താണ് എന്ന് അറിഞ്ഞത് എന്റെ നാട്ടിൽ ഉരുളുപൊട്ടിയതിനു ശേഷമാണ് മലയാള മനോരമയിലും ഈ പറയുന്ന മാധ്യമങ്ങളിലും ഒക്കെ ഈ ഉരുളുപൊട്ടലിനെ കുറിച്ചുള്ള കഥകൾ കേരളം കേട്ടു തുടങ്ങിയത്. ആ ഒരു നാട്ടിൽ നിന്ന്, ഇല്ലിക്കക്കുന്നിന്റെ അടിയിൽ ഉള്ള എന്റെ വീട്ടിൽ നിന്നാണ്, മലമുകളിലെ വീട്ടിൽ നിന്ന് രാവിലെ പോകുവാൻ വേണ്ടിയിട്ട് കൈകുട്ടി ചാടി 1 കിലോമീറ്റർ മലയിറങ്ങി വഴിയില്ലാത്ത സ്ഥലങ്ങളിലൂടെ 6 കിലോമീറ്റർ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി അവിടുന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും കോളേജിലേക്ക് പോകുന്ന ഒരു പിക്ചർ, ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അതിനു മുമ്പ് 1-ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് എന്റെ അപ്പച്ചൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. എന്റെ മമ്മി എന്നെ എടുത്തുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മോനെ ഈ സ്കൂളിന് ഏറ്റവും അടുത്തുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു, ആ സ്കൂളെ അവിടെ ഉള്ളൂ, എന്റെ കുട്ടിയെ ഈ സ്കൂളിൽ ചേർക്കണം എന്നതാണ്. അപ്പോ ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണല്ലോ വൈകല്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുഞ്ഞിനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കാന്നുള്ളത്. അപ്പോ ആ സ്കൂൾ മാനേജ്മെന്റ് മുഴുവൻ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, സിവിയർ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്, ആരോഗ്യമില്ലാത്ത കുട്ടിയാണ്, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത കുട്ടിയാണ്. അതിന് പറയാനൊരു
മറുവശമുണ്ട്, എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. അത് കഴിവുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് 60% വൈകല്യമുള്ള വ്യക്തിയാണ് ഈ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് 40% മാത്രമേ ആരോഗ്യമുള്ളൂ, ശാരീരികക്ഷമതയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടാണ് ആ സ്കൂളിലെ അധ്യാപകർ പറഞ്ഞത് സിവിയർ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്, ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ പപ്പ മരിച്ചു കഴിഞ്ഞ ശേഷം ബന്ധുക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മള് എന്റെ അമ്മയെ നേടുന്നോളം ഒത്തിരി കഷ്ടപ്പെട്ട്, ഒത്തിരി വിഷമിച്ച്, ഒറ്റപ്പെട്ട്, ആരും സഹായിക്കാനും സപ്പോർട്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ആരും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇല്ലാതെ, എന്തു ചെയ്യണമെന്ന് അറിയില്ലാതെ വിഷമിച്ചു പോയ എന്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. ആ അമ്മ എന്നെയും എടുത്തു പിടിച്ചുകൊണ്ട്, എനിക്കൊരു അനുജത്തി മാത്രമാണ് ഉള്ളത്, ആ അനുജത്തിയും കൈക്ക് പിടിച്ചുകൊണ്ട് ആ സ്കൂൾ മുറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഒരുപാട് കരഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, ഒരു വഴിയും കാണുന്നില്ല. പിന്നെയും ബന്ധത്തിലുള്ള അധ്യാപകരോടൊക്കെ ചെന്ന് കയ്യകാലം പിടിച്ചു ചോദിച്ചു, എങ്ങനെയെങ്കിലും എന്റെ പോലെ ഒന്ന് ആഗ്രഹം കൊണ്ടൊന്ന് എടുക്കാമെന്ന് ചോദിച്ചു. അവരൊന്നും പറഞ്ഞ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്കൂളിൽ പഠിച്ചില്ല. ഞാൻ പാലായില്, എന്റെ അമ്മ വീട് പാലാ ടൗണിലാണ്, അവിടെ അടുത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന കണ്ണാടിയൂറുന്ന സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഞാൻ 1ാം ക്ലാസ് പഠിച്ചത്. പിന്നീട് അഗതികളുടെ സഹോദരികൾ നടത്തുന്ന എന്താ പറയുക, സിസ്റ്റേഴ്സ് നടത്തുന്ന ബേസിക് ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അവിടെ ഞാൻ പഠിച്ചു. അതിനുശേഷം ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിച്ചു, അരുവിത്ര കോളേജിൽ പഠിച്ചു, എറണാകുളം ലോ കോളേജിൽ പഠിച്ചു, അങ്ങനെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു. ഇങ്ങനെയാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ നാട്ടിൽ വഴിയില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, കൈകുട്ടി ചാടി വേണം നടക്കാനായിട്ട്. 1-2 പ്രാവശ്യമല്ല കൈകുട്ടി ചാടേണ്ടത്, 14,000 പ്രാവശ്യം വഴിയില്ലാത്ത സ്ഥലത്തുകൂടി, റോഡുകളുള്ള സ്ഥലത്തുകൂടി കൈകുട്ടി ചാടിയെങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലെത്താനും തിരിച്ചു വീട്ടിലെത്താനും സാധിക്കുമായിരുന്നുള്ളൂ. അപ്പൊ അത്രയും ദൂരം. അപ്പോ ഞാൻ പിന്നീട് ഒരിക്കലും ആ സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും ഇന്ന് ഞാൻ ദൈവാനുഗ്രഹത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ദൈവം അറിയാതെ ഒന്നും ഈ ലോകത്ത് നടക്കുന്നില്ല. കാരണം ഇന്ന് ആ സ്കൂളിൽ ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. എന്താണെന്നറിയാമോ? ആ സ്കൂളിൽ ഞാൻ എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ആ സ്കൂളിൽ എന്നെ കുറിച്ച് ഒരു അധ്യായം പഠിപ്പിക്കാനായിട്ടുണ്ട് സാമൂഹിക പാഠം. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, പ്രത്യാശ കൈവിടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അത് ഏത് കോൺടെക്സ്റ്റിലാണെങ്കിലും, ഹൈന്ദവ കോൺടെക്സ്റ്റിലാണെങ്കിലും, ഇസ്ലാമിക് കോൺടെക്സ്റ്റിലാണെങ്കിലും, ക്രിസ്ത്യൻ കോൺടെക്സ്റ്റിലാണെങ്കിലും, നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏത് വിജയവും നമ്മൾക്ക് കരഗതമാകാൻ സാധിക്കുമെന്നാണ് എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയാണ്. കാരണം എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എന്റെ അമ്മയാണ് റോൾ മോഡൽ. 77 വയസ്സ് കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 1-ാം തീയതി ആവുമ്പോൾ 78 വയസ്സ് പൂർത്തിയാവും എന്റെ അമ്മയ്ക്ക്. ഞാൻ അവിടുന്നാണ് വണ്ടി ഓടിച്ച്, ഞാൻ നാട്ടിൽ നിന്നാണ് അടുക്കുമെന്ന് പറയുന്ന ഗ്രാമത്തിൽ വൈകല്യമുള്ള വ്യക്തിത്വം. എന്നെ എടുത്തുകൊണ്ട് പോകുന്ന എന്റെ കാലുകൾ കാണാൻ വേണ്ടിയിട്ട്, കുഞ്ഞി കാലുകൾ കാണാൻ വേണ്ടിയിട്ട് എന്റെ നിക്കറ് വരെ മാറ്റി നോക്കുന്ന എന്താ പറയാ ആളുകള് എന്റെ നാട്ടിലുണ്ടായിരുന്നു. എന്താ പറയാ, എല്ലാവരും എന്റെ അമ്മയുടെ നേരെ നോക്കിയിട്ട് പറയും, അയ്യോ കഷ്ടം, എന്താ പറയാ, കാണാനൊക്കെ കുഴപ്പമില്ല, പക്ഷെ കാര്യമില്ലല്ലോ, എന്താ ചെയ്യാൻ പറ്റും, അല്ലേ, ഇതൊക്കെ സഹതാപം പറഞ്ഞ നാളുകളുണ്ടായിരുന്നു. പക്ഷെ ആ നാളുകളൊക്കെ കടന്നുപോയി. ഇത് നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കുക, ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ എന്തുകൊണ്ടോ ചെറുപ്പം തൊട്ടേ സന്തോഷവാനാണ്. കാലില്ലെങ്കിലും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. മുമ്പോട്ട് എന്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാനൊരു കായിക താരമാണ്, ആരോഗ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ആരോഗ്യം ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ജീവിത വിജയത്തിന്. 2, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം. ശരീരത്തിന്റെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. 3, ആത്മീയമായിട്ടുള്ള ആരോഗ്യം. ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും പരിശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ എന്റെ അമ്മ എന്റെ റോൾ മോഡൽ ആകാനായിട്ട് കാര്യം എന്താണെന്ന് കൂടി പറയാം. എന്നെ എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടക്കുമ്പോൾ, നന്നേ ചെറുപ്പത്തില് എന്റെ
അമ്മ എന്നോട് പറയും, മോനെ നിനക്ക് കാല് മാത്രമേ ഇല്ലാത്തുള്ളൂ, വേറെ ഒരു കുറവുകളുമില്ല. നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തും നേടാൻ പറ്റുമെന്ന് എന്റെ അമ്മ എന്നോട് കൂടെ പറയുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്റെ അമ്മ റോൾ മോഡലായത്. ഇപ്പോഴും പ്രസംഗവതിയായിട്ട് നിൽക്കുന്നു. രണ്ട് മക്കളുള്ള രണ്ടുപേരെയും വളർത്തി വലുതാക്കി. എന്റെ അനുജത്തി എംകോം സിനി എടുത്തു കഴിഞ്ഞ് സിസ്റ്റർ ആകണമെന്നായിരുന്നു ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹം. ഞാൻ കുറെ പ്രാവശ്യമൊക്കെ പിടിച്ച് വലിച്ചു നോക്കി, വേണ്ട പിന്നെ കെട്ടിച്ചു വിടുകയുള്ളതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഉറച്ച തീരുമാനമായിരുന്നു. SS ഗവൺമെന്റിൽ ഇപ്പൊ സിസ്റ്റർ പിതാമരിയ പലായിലുണ്ട്, സേവനം നടത്തുന്നു, സന്തോഷവതിയായിട്ടിരിക്കുന്നു. അപ്പൊ രണ്ട് മക്കളെയും നല്ല രീതിയിൽ വളർത്തി വലുതാക്കി എന്റെ മമ്മി 78ാമത്തെ വയസ്സിലും ആരോഗ്യവതിയായിട്ട് സന്തോഷവതിയായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാര്യം, തീർച്ചയായിട്ടും നമ്മളെല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മാത്രമേ അത് നികത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തില് എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മയ്ക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ക്യാൻസർ വന്ന് റീജിയണൽ ക്യാൻസർ സെന്ററിൽ കൊണ്ടുകഴിഞ്ഞപ്പോഴാണ് ഒരു ഇഞ്ചക്ഷന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ സാധാരണ ഒരാൾക്ക്, അവരൊക്കെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എങ്കിൽ പോലും അവർ പറയുകയാണ്, ജോബി ഒരു ഇഞ്ചക്ഷന്റെ വില 3,20,000 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 2,20,000 രൂപയ്ക്ക് റീജിയണൽ ക്യാൻസർ സെന്ററിൽ കിട്ടും. പക്ഷെ ആ ഇഞ്ചക്ഷൻ എത്ര, മിനിമം 7 8 എണ്ണോ ആദ്യമേ എടുക്കണം, എന്നിട്ട് സർജറി വെച്ചോളൂ. എത്ര എന്താ പറയാ, എന്തൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും അതൊന്നും അഫോർഡബിൾ അല്ല. ഇന്നത്തെ കാലഘട്ടത്തില് ഒന്നും ആർക്കും താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതചര്യകളെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ പ്രത്യാശയോടുകൂടി നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെടും, എനിക്കിത് പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. നമ്മളുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സ് തന്നെയാണ്. എനിക്കിത് പറ്റില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയാണ്. ഞാൻ ആടിക്ക മലയുടെ മോണിലിരുന്ന് ഞാൻ എനിക്കൊരു മലയുടെ മോളിലാണ്, എനിക്ക് പപ്പയില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു ലോക ചാമ്പ്യനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമോ? ഒരിക്കലുമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എനിക്ക് കാലുകളില്ലെങ്കിലും ഈ ഉള്ള കാല് കൊണ്ട് എങ്ങനെയെങ്കിലും ചാടി മഴ നനഞ്ഞാണെങ്കിലും മുമ്പോട്ട് പോകണം. ആ അടുത്തുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെയ്യുന്ന മഴ മുഴുവൻ നനഞ്ഞ് കുടം പിടിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന ജോബി മാത്യു, എന്റെ ഈ കയ്യിലേക്ക് ലോകത്തിന് ഏറ്റവും ശക്തി ഉണ്ടാകുന്ന തെളിയിച്ച കൈകളാണ് എന്റെ ഈ 2 കൈകളും. ഒരു സാധാരണ മനുഷ്യൻ, ഞാൻ 60 കിലോയുള്ള ഒരു മനുഷ്യനാണ്, ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് എത്ര കിലോ ഭാരം ഉയർത്താൻ പറ്റും? സ്വയം ഒരു 100 കിലോ അല്ലെ 125 കിലോ അല്ലെ? ഞാൻ 160 കിലോയും 170 കിലോയും ഭാരം ഉയർത്തി കുട്ടിക്ക് വേണ്ടിയിട്ട് ബന്ധം എടുത്ത ഭാരം പവർ ലിഫ്റ്റർ കൂടിയാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ എന്ന് പറയാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചു. ഞാനിപ്പോ ഭാരത് പെട്രോളിയത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോ ഇപ്പൊ 29 ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മത്സ്യബുദ്ധിയിൽ മാത്രമല്ല, ഒളിമ്പിക്കിലുണ്ട്, ബാഡ്മിന്റണിലുണ്ട്, ഷോർട്ട് പുട്ടിലുണ്ട്, ജാവലിൻ ത്രോയിലുണ്ട്, ഡിസ്കസ് ത്രോയിലുണ്ട്, സ്വിമ്മിങ്ങിലുണ്ട്, ടേബിൾ ടെന്നീസിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് സാധിക്കും. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും അല്ലെ? പരിശ്രമം ചെയ്യുന്ന എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാ ജനങ്ങളെ നൽകിയത്രേ മനുഷ്യരെ പരിചയിക്കുന്നത്. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, നല്ലതിന് വേണ്ടിയിട്ട് കായിക താരങ്ങളൊക്കെ ഏത് വയസ്സിലും റിട്ടയർ ചെയ്ത് പോവുക അല്ലേ? 40 വയസ്സാകുമ്പോ അല്ലെങ്കിൽ 35 വയസ്സാകുമ്പോ 28 വയസ്സാകുമ്പോ ഞാനിപ്പോഴും ലൈവാണ്. കറണ്ട് വേൾഡ് കപ്പിലാണ്. ഇനിയും ഞാൻ എന്റെ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും ജോബി മാത്യുയുടെ ഒരു മെഡൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രായമൊന്നും ഒരു വിഷയമൊന്നുമല്ല, പ്രായമൊക്കെ നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം മാറ്റിമറിക്കാനായിട്ടുള്ള കഴിവ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. ആ ടാലന്റുകൾ കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മളാണ് നമ്മൾക്ക് ലിമിറ്റേഷൻ വെക്കുന്നത്. ലിമിറ്റേഷൻ വെക്കാതെ നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക. എല്ലാ അനുഗ്രഹവും നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പൊ നിങ്ങളെ എല്ലാവരെയും സർവശക്തനായിട്ടുള്ള ജഗദീശ്വരൻ